Hi friends, I am your educator Unesh Mutangal. Welcome back to my channel Success Radical. Before we going to the next topic, നമുക്ക് എന്താ നോക്കേണ്ടത്? കഴിഞ്ഞ ടോപ്പിക്കിലെ ഹോംവർക്ക്സ് ഉണ്ട്. ഫസ്റ്റ് ഹോംവർക്സിനാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, എന്തായിരുന്നു ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ ബ്ലോക്ക് ഓഫ് ഫോളോയിങ് എലമെൻറ്റ്. താഴെ തന്നിരിക്കുന്ന എലമെൻറ്റ്സിൻ്റെ ബ്ലോക്കുകൾ കാണാനായിരുന്നു. എങ്ങനെയായിരുന്നു കാണുക? ഏത് സബ്ഷെല്ലിലേക്കാണോ അവസാനമായിട്ട് ഇലക്ട്രോൺ ആഡ് ചെയ്യപ്പെടുന്നത്, ഓക്കെ, അതായിരിക്കും ആ എലമെൻറ്റിൻ്റെ ബ്ലോക്ക്. ഓക്കെ, മലയാളത്തിൽ പറയുന്ന ഏത് സബ്ഷെല്ലിലേക്കാണോ അവസാനമായി ഇലക്ട്രോൺ പൂരണം നടക്കുന്നത്, അതായിരിക്കും ആ ഇലമെൻറ്റിൻ്റെ, ആ മൂലകത്തിൻ്റെ ബ്ലോക്ക്. അപ്പോൾ ബെറിലിയത്തിൻ്റെ അവസാന ഇലക്ട്രോൺ ഏതിലേക്കാണ് ആഡ് ചെയ്യപ്പെടുന്നത്? 2s-ലോട്ടാണ്. അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ഏതാണ്? എസ് ബ്ലോക്കാണ്. ഓക്കെ, അടുത്തത് ക്രോമിയം 24. എങ്ങനെയാണ്? 3p6 കഴിഞ്ഞാൽ നേരെ 4s-ലോട്ട് ഇലക്ട്രോൺ ഫില്ല് ചെയ്തു, അതിന് ശേഷം 3d-ലോട്ട് ഫില്ല് ചെയ്യണം. അപ്പം ഡി സബ്ഷനിലാണ് അവസാനമായിട്ട് ഫില്ല് ചെയ്യുന്നത്. അവിടെ 4s1 എന്ന് കണ്ട് ഞാൻ നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അവിടെ ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ മാറ്റം വരുത്താനുള്ള കാരണം എന്താണ്? ഡി സബ്ഷനിൽ ഹാഫിൽ കോൺഫിഗറേഷൻ വന്നാൽ എക്സ്ട്രാ സ്റ്റെബിലിറ്റി കിട്ടും. അതുകൊണ്ടുള്ള ചെറിയ റീഅറേഞ്ച്മെൻറ്റ് മാത്രമാണ് അവസാനമായിട്ട് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഡി സബ്ഷനിൽ തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ബ്ലോക്ക് ഡി ബ്ലോക്ക്. ഓക്കെ, ഇനി നിങ്ങൾക്ക് എവിടെയും ഡൗട്ട് ഉണ്ടാവേണ്ടതില്ല. ക്രോമിയത്തിൽ മാത്രമേ ഒരു ഡൗട്ട് വരേണ്ടതുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഫില്ല് ചെയ്യാവുന്നതാണ്. ദെൻ അയൺ 3p6 ഫില്ല് ചെയ്യണു, 4s2 ഫില്ല് ചെയ്യുന്നു, 3d6 ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഡി സബ്ഷെൽ. നെക്സ്റ്റ് വൺ ഫോസ്ഫറസ്. ഏതാണ്? 3s2 ഫില്ല് ചെയ്യുന്നു, 3p3 ഫില്ല് ചെയ്യണം, അവസാനമായിട്ട് പി. അപ്പോൾ ബ്ലോക്ക് പി ബ്ലോക്ക്. നെക്സ്റ്റ് ആർഗൺ ആറ്റോമിക് നമ്പർ 18, 3s2 ഫില്ല് ചെയ്യുന്നു, 3p6 ഫില്ല് ചെയ്യുന്നു. അപ്പോൾ അവസാനമായിട്ട് ഫില്ല് ചെയ്യുന്നത് പി സബ്ഷെല്ലിലാണ്, ബ്ലോക്ക് പി ആണ്. ആൻഡ് ദ ലാസ്റ്റ് വൺ സോഡിയം ആറ്റോമിക് നമ്പർ 11. ഓക്കെ, 2p6 ഫില്ല് ചെയ്യുന്നു, ദെൻ നെക്സ്റ്റ് 3s1 ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എസ് സബ്ഷെല്ലാണ്. അപ്പം ബ്ലോക്ക് എസ് ബ്ലോക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഹോംവർക്ക് 1. ഇനി നമുക്ക് ഹോംവർക്ക് 2-ലോട്ട് പോവാം. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് കാണേണ്ടത് ഫൈൻഡ് ദ പീരീഡ് ഓഫ് ദ ഫോളോയിങ് എലമെൻറ്റ്സ്. താഴെ തന്നിരിക്കുന്ന എലമെൻറ്റ്സുകളുടെ പീരീഡാണ് കാണേണ്ടത്. ഈ പീരീഡ് എങ്ങനെ കാണുക? അതിൻ്റെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എഴുതുക. എഴുതിയിട്ട് ഏറ്റവും ലാസ്റ്റ് അഥവാ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൻ്റെ നമ്പർ ഏതാണോ, ബാഹ്യതമ ഷെല്ലിൻ്റെ നമ്പർ എത്രയാണോ, അതായിരിക്കും അതിൻ്റെ പീരീഡ്. അപ്പോൾ ലിഥിയത്തിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെൽ ഏതാണ്? 2s1 അഥവാ അപ്പോൾ അതിൻ്റെ പീരീഡ് ഏതാണ്? 2. അത്രേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി നൈട്രജൻ്റെതോ? നൈട്രജൻ നോക്കി ഇങ്ങോട്ട് പറഞ്ഞാളേ. 1s2, 2s2, 2p3 ആണ് ഔട്ടർ മോസ്റ്റ് ഷെല്ല്, ബാഹ്യതമ ഷെല്ല്. അപ്പോൾ അതിൻ്റെ പീരീഡ് ഏതാണ്? 2 ആണ്. ഇനി അയൺ 26 ആറ്റോമിക് നമ്പർ. 20-ന് ശേഷമുള്ള ആൾക്കാരിലൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്ന് വെച്ചാൽ അവസാനമായിട്ട് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഡി സബ്ഷെല്ലിലാണല്ലോ എന്ന് കരുതി അതിൻ്റെ ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത് ഒരിക്കലും ഡി അല്ല. ഔട്ടർ മോസ്റ്റ് ഷെല്ല് തീർച്ചയായിട്ടും 4s തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെത് ഔട്ടർ മോസ്റ്റ് ഷെല്ല് ഏതാണ്? 4 ആണ്. അപ്പോൾ ഇതിൻ്റെ പീരീഡ് ഏതാണ്? 4 ആണ്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കട്ടോ, ഈ ഒരു കേസ് ശ്രദ്ധിക്കണം. 20 മുതൽ നമ്മൾ 30 വരെ പഠിച്ചിട്ടുണ്ട്. 20-ന് ശേഷം വരുന്ന എല്ലാ ആൾക്കാരും അഥവാ 30 വരെയുള്ള ആൾക്കാരൊക്കെ 4 പീരീഡിലാണ് വരുന്നത്. ലാസ്റ്റ് വൺ ഹീലിയം ആറ്റോമിക് നമ്പർ 2. ഔട്ടർ മോസ്റ്റ് ഷെല്ല് എന്ന് പറഞ്ഞാൽ ആകെ ഒരു ഷെല്ലേ ഉള്ളൂ. ഏതാണ്? ഫസ്റ്റ് വൺ. അപ്പോൾ പീരീഡ് നമ്പർ 1, പീരീഡ് 1 ആണ്. ഓക്കെ, അപ്പം നമ്മൾ 2 ഹോംവർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പ്രവേശിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു എലമെൻറ്റ് കിട്ടിയാൽ അതിൻ്റെ ബ്ലോക്ക് കണ്ടുപിടിച്ച് കഴിഞ്ഞു, അതിൻ്റെ പീരീഡ് ഏതാണെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഇനി കിട്ടിയിരിക്കുന്ന ആൾ എസ് ബ്ലോക്കിലുള്ള ഒരു എലമെൻ്റ് ആണെങ്കിൽ അയാളുടെ ഗ്രൂപ്പുകൾ എങ്ങനെ കണ്ടുപിടിക്കും എന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു 1 മുതൽ 18 വരെയുള്ള ഗ്രൂപ്പുകൾ. നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരാൾ എസ് ബ്ലോക്കിലുള്ള ഒരാളാണ് എങ്കിൽ അതിന് ഏത് ഗ്രൂപ്പിലാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ദ ഗ്രൂപ്പ് നമ്പർ ഓഫ് എസ് ബ്ലോക്ക് എലമെൻറ്റ്. ഓക്കെ,
പ്രോസസ്സ് വളരെ സിമ്പിളാണ്. എസ് ബ്ലോക്ക് എലമെൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായാൽ ആ തന്നിരിക്കുന്ന എസ് സബ്ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് നോക്കുക. 1 ആണെങ്കിൽ അത് ഫസ്റ്റ് ഗ്രൂപ്പായിരിക്കും, 2 ആണെങ്കിൽ സെക്കൻഡ് ഗ്രൂപ്പായും. ദാറ്റ്സ് ഓൾ. ഇത്ര മാത്രമേ ഉള്ളൂ. എങ്ങനെ? ഫോർ എസ് ബ്ലോക്ക് എലമെൻറ്റ് ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ ഇൻ ദ ഔട്ടർമോസ്റ്റ് എസ് സബ്ഷെൽ വിൽ ബി ദ ഗ്രൂപ്പ് നമ്പർ. പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടല്ലോ? ഡൗട്ടൊന്നുമില്ലല്ലോ? നമുക്ക് എക്സാമ്പിൾ ചെയ്യുമ്പോൾ ഒന്നുകൂടി ക്ലിയർ ആവും. എന്നാൽ തുടങ്ങുകയല്ലേ? ഇത്രയും സിമ്പിളായിട്ടുള്ളൊരു പരിപാടി നിങ്ങൾ ഇതിൻ്റെ മുമ്പ് ചെയ്തിട്ടുണ്ടാവില്ല. ഓക്കെ, ഫസ്റ്റ് നമ്മൾ കൺഫേം ചെയ്യേണ്ടത് ഈ തന്നിരിക്കുന്ന എലമെൻറ്റ് എസ് ബ്ലോക്കാണെന്ന് കൺഫേം ചെയ്യുക. അഥവാ അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്ന എസ് ബ്ലോക്കിലേക്കാണെന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പാണ് അതിൻ്റെ അവസാനത്തെ ഇലക്ട്രോൺ ഫില്ല് ചെയ്ത എസ് ബ്ലോക്കിൽ എത്രയാണ് ഇലക്ട്രോൺ ഉള്ളതെന്ന് നോക്കുക. നമുക്കിവിടെ തന്നിരിക്കുന്ന ഫസ്റ്റ് എലമെൻറ്റ് ലിഥിയം ആറ്റോമിക് നമ്പർ 3. ഓക്കെ, അപ്പോൾ ആ എസിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 1 ഇലക്ട്രോൺ ആണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പ് 1. സിമ്പിളല്ലേ? ഇതാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്. ഇത്രയും സിമ്പിളാണ് ഈ പരിപാടി. അപ്പോൾ അടുത്ത ആളെ നോക്കുക. സോഡിയം ആറ്റോമിക് നമ്പർ 11. ഓക്കെ, അവസാനം ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് 3s-ലാണ്. ഓക്കെ, എത്ര ഇലക്ട്രോൺ ആണ് എസ്സിൽ ഫില്ല് ചെയ്തത്? 1 ഇലക്ട്രോൺ ആണ് എസ്സിൽ ഫില്ല് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പ് എത്രയാണ്? 1. ഗ്രൂപ്പ് 1 തന്നെ. എങ്കിൽ അടുത്ത ആൾ ഞാൻ പറയുന്നതിന് മുമ്പ് നിങ്ങൾ പറഞ്ഞിരിക്കണം. ഓക്കെ, ആറ്റോമിക് നമ്പർ 12 ആണ്. അവസാനമായിട്ട് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് ഏതാണ്? 3s-ലാണ്. ഈ എസ്സിൽ എത്ര ഇലക്ട്രോൺ ആണ് ഫില്ല് ചെയ്തത്? നോക്കിയാൽ 2 ഇലക്ട്രോൺ ആണ് ഫില്ല് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 2. ദ ലാസ്റ്റ് വൺ ആറ്റോമിക് നമ്പർ 20 എലമെൻറ്റ് കാൽഷ്യമാണ്. അവസാനമായി ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത് എവിടെയാണ്? 3p6 കഴിഞ്ഞ് 4s-ൽ. 4s-ലാണ് ലാസ്റ്റ് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. 2 ഇലക്ട്രോൺ അവിടെ ഫില്ല് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഡി സബ്ഷെല്ല് വന്നിട്ടില്ല കേട്ടോ. 21 ഡി സബ്ഷെല്ല് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഫില്ല് ചെയ്യുന്നത് 4s-ലാണ് അവസാനമായിട്ട് ഇലക്ട്രോൺ ഫില്ല് ചെയ്യുന്നത്. എത്ര എണ്ണം ഫില്ല് ചെയ്തു? 2 എണ്ണം ഫില്ല് ചെയ്തു. അപ്പോൾ ഇതിലെ ഗ്രൂപ്പ് നമ്പർ എത്രയാണ്? 2 ആണ് ഗ്രൂപ്പ് നമ്പർ. എനി ഡൗട്ട്? ഇവിടെ ഒരു ഡൗട്ടിനും നമ്മളൊരു സാഹചര്യമേ ഇവിടെ ഇല്ല. ഓക്കെ, പിന്നെ മനസ്സിലാക്കേണ്ട കാര്യം എസ് ബ്ലോക്കിൽ ആകെ 2 ഗ്രൂപ്പേ ഉള്ളൂ. ഗ്രൂപ്പ് നമ്പർ 1-ഉം ഗ്രൂപ്പ് നമ്പർ 2-ഉം. ഈ 2 ഗ്രൂപ്പ് മാത്രമേ എസ് ബ്ലോക്കിലുള്ളൂ. ഓക്കെ, നിങ്ങൾക്ക് ഹോംവർക്ക് ഇല്ലായിട്ട് വിഷമാവണ്ട. ഇത് 2 ഹോംവർക്ക് കേട്ടോ. ഒരു ഹോംവർക്കാണ് 2 എണ്ണം. ഓക്കെ, റെഡി? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എസ് ബ്ലോക്ക് എലമെൻസിൻ്റെ കോമൺ ആയിട്ടുള്ള കുറച്ച് ക്യാരക്ടേഴ്സാണ്. അഥവാ എസ് ബ്ലോക്ക് മൂലകങ്ങളുടെ ചില സവിശേഷതകൾ. ഓക്കെ, ദിസ് ഈസ് ദ എസ് ബ്ലോക്ക് എലമെൻറ്റ്. ഈ ഫസ്റ്റ് ഗ്രൂപ്പും സെക്കൻഡ് ഗ്രൂപ്പുമാണ് എസ് ബ്ലോക്ക് എലമെൻ്റ് എന്ന് നിങ്ങൾക്കറിയാലോ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ് ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എലമെൻസിനെ നമ്മൾ എന്തായിരുന്നു വിളിച്ചിരുന്നത്? ആൽക്കലി മെറ്റൽസ് അഥവാ ആൽക്കലി ലോഹങ്ങളെന്നും. സെക്കൻഡ് ഗ്രൂപ്പിലുള്ള മൂലകങ്ങളെ നമ്മൾ എങ്ങനെയാണ് വിളിച്ചിരുന്നത്? ആൽക്കലി എർത്ത് മെറ്റൽസ് അഥവാ ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ എന്നുമായിരുന്നു നമ്മൾ വിളിച്ചിരുന്നത്. ഓർമ്മയല്ലേ? അപ്പോൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഓരോരോ നോട്ടാക്കി എഴുതി വെക്കട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത പോയിൻ്റാണ് ഓക്സൈഡ്സ് ആൻഡ് ഹൈഡ്രോക്സൈഡ്സ്. ആരെ? എസ് ബ്ലോക്ക് എലമെൻറ്റിൻ്റെ ഓക്സൈഡ്സും ഹൈഡ്രോക്സൈഡ്സും എന്ത് നേച്ചറാണ് കാണിക്കുന്നത്? ബേസിക് നേച്ചറാണ്. ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ ഓക്സിജനുള്ള എലമെൻറ്റ്, ഹൈഡ്രോക്സൈഡ് എന്ന് പറഞ്ഞാൽ OH ഗ്രൂപ്പുള്ള ഈ പറഞ്ഞിരിക്കുന്ന എസ് ബ്ലോക്കിലുള്ള ഏതെങ്കിലും ഒരു എലമെൻറ്റും ഒരു OH ഗ്രൂപ്പും കൂടിയാൽ ഹൈഡ്രോക്സൈഡ് ഓഫ് ദീസ് എലമെൻറ്റ്. ഓക്കെ, ഇവർ കാണിക്കുന്ന സ്വഭാവം ബേസിക് നേച്ചറാണ്. ഓക്കെ, മലയാളം മീഡിയക്കാർ ഓക്സൈഡ്സിനും ഹൈഡ്രോക്സൈഡിനും വേറെ മലയാളം ഉണ്ടെന്ന് ചിന്തിക്കേണ്ട കേട്ടോ. ഓക്സൈഡ്സിൻ്റെയും ഹൈഡ്രോക്സൈഡിൻ്റെയും മലയാളം ഓക്സൈഡ് ആൻഡ് ഹൈഡ്രോക്സൈഡ് തന്നെയാണ്. റെഡിയാണല്ലോ? ഓക്കെ, അപ്പോൾ അടുത്ത പോയിൻ്റ് നമ്മൾ 9ാം ക്ലാസ് പഠിച്ചതാണ്. ഫസ്റ്റ് ഗ്രൂപ്പ് സെക്കൻഡ് ഗ്രൂപ്പ് എലമെൻറ്റ്സ് ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണല്ലോ ചെയ്യുക. അത് തന്നെ. ഇൻ എ റിയാക്ഷൻ എക്സ് ബ്ലോക്ക് എലമെൻറ്റ് ഡൊണേറ്റ് അഥവാ വിട്ടുകൊടുക്കും ഇലക്ട്രോൺസിനെ. ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുമ്പം എസ് ബ്ലോക്ക് എലമെൻറ്റ്സ് അവരുടെ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുക. ഓക്കെ, വിട്ടുകൊടുത്താൽ ഏത് ചാർജായും കിട്ടുക? പോസിറ്റീവ് ചാർജ്. അതുകൊണ്ടാണ് പോസിറ്റീവ് ചാർജുള്ള ആൾക്കാരെല്ലാം മെറ്റൽസ് ആണെന്ന് നമ്മൾ പറയാൻ കാരണം ഈ ബ്ലോക്കിലുള്ളവരെല്ലാം മെറ്റൽസാണ്. ഓക്കെ, പിന്നെ നമുക്കിത് ഒന്ന് ആലോചിച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. എന്ത്?
ഇവർ ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുകയാണോ അല്ലെങ്കിൽ സ്വീകരിക്കുകയാണോ ചെയ്യുക എന്നുള്ളത്. ഇവരുടെ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ നമ്മൾ പരിശോധിച്ചാൽ, നമ്മൾ മുമ്പ് തന്ന അല്ലെങ്കിൽ നമ്മൾ മുമ്പ് എഴുതിയ എല്ലാ കോൺഫിഗറേഷനും ഒന്ന് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ എന്താ കാണാൻ പറ്റുക? ഇവർ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 1-2 ഇലക്ട്രോൺസ് എല്ലാം ഉണ്ടാവും. അപ്പോൾ അത് വിട്ടു കൊടുത്താൽ ഇവർ സ്റ്റേബിളാവും, ഇവർക്ക് ഒക്റ്ററ്റ് വരും. എന്താ ഈ ഒക്റ്ററ്റ് എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ഷെല്ല്. ഇവിടെ കണ്ടില്ലേ, 2 സെക്കൻഡ് ഷെല്ലായാൽ അതിൽ 8 എണ്ണം, തേർഡ് ഷെല്ലായാൽ അതിൽ 8 എണ്ണം. അതാണ് ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺ വരികയാണെങ്കിൽ ഒരു സ്റ്റേബിളാവും. ലിഥിയത്തിന് നമ്മൾ തൽക്കാലം ആകെ ഒരു ഷെല്ലുള്ളൂ, അതിൽ പിന്നെ 8 എണ്ണം വരില്ല, അത് നോക്കണ്ട. ഓക്കെ, ബാക്കിയുള്ളവരെ നോക്കുമ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 എണ്ണം വരികയാണ് വേണ്ടത്. കഴിഞ്ഞ കൊല്ലം നമ്മൾ പഠിച്ചാണ്, എത്ര ആൾക്ക് ഓർമ്മ ഉണ്ടാവുമെന്ന് അറിയില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇത് എടുത്തിങ്ങനെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഔട്ടർ മോസ്റ്റ് ഷെല്ലിൽ 8 ഇലക്ട്രോൺസിനെ വരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കും. അതാണ് സംഗതി. അപ്പോൾ ഇവർ പൊതുവെ എന്താ ചെയ്യുക? ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. റെഡി? അടുത്ത പോയിൻ്റാണ് യൂഷ്വലി ദേ ഫോം അയണിക് ബോണ്ട്. സാധാരണയായിട്ട് എന്ത് ബന്ധനം ഉണ്ടാക്കലേ? അയോണിക ബന്ധനമാണ് ഉണ്ടാക്കാറ്. നമുക്കറിയൂലേ, നമ്മൾ കഴിഞ്ഞ വർഷം ബോണ്ടിങ്ങിനെ പറ്റി പഠിച്ചപ്പോൾ ആദ്യം പഠിച്ചത് അയോണിക് ബോണ്ടാണ്, അയോണിക ബന്ധനം. അയോണിക് ബന്ധനം ആദ്യത്തെ എക്സാമ്പിൾ എന്തായിരുന്നു? NaCl, സോഡിയം ക്ലോറൈഡ്. ഓക്കെ, അതെന്താണ്? സോഡിയം എന്ന് പറഞ്ഞാൽ എന്ത് എലമെൻറ്റാണ്? S ബ്ലോക്കിലുള്ള എലമെൻ്റാണ് സോഡിയം. വേറൊരാളാണ് KCl, പൊട്ടാസ്യം ക്ലോറൈഡ്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? ഇവർ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന ബന്ധനം അയോണിക ബന്ധനമാണ്. റെഡി? ഓക്കെ, അപ്പോൾ ഇതിൽ തന്നിരിക്കുന്ന ലിഥിയവും സോഡിയവും ഏത് ഗ്രൂപ്പിലുള്ളതാണ്? ഫസ്റ്റ് ഗ്രൂപ്പാണ്, അഥവാ എസ്സിൽ ഒരു എലമെൻ്റാണ് ഉള്ളത്. അപ്പോൾ ഇവർ വിട്ടുകൊടുക്കുകയാണെങ്കിൽ എത്ര ഇലക്ട്രോണാണ് ഇവർ വിട്ടുകൊടുക്കുക? 1 ഇലക്ട്രോണാണ് ഇവർ വിട്ടുകൊടുക്കുക. ഓക്കെ, അതങ്ങോട്ട് വിട്ടുകൊടുത്താൽ ഔട്ടർ മോസ്റ്റിൽ ഒക്റ്ററ്റ് പൂർത്തിയാവും, അങ്ങനെ ഒരു സ്റ്റേബിളാവും. ഇനി മഗ്നീഷ്യവും കാൽഷ്യവും നോക്കൂ, അവർ ഏത് ഗ്രൂപ്പിലാണ്? സെക്കൻഡ് ഗ്രൂപ്പിലാണ്. എങ്ങനെ മനസ്സിലായി? എസ്സിൽ, അഥവാ ഔട്ടർ മോസ്റ്റ് ഷെല്ലായ എസ്സിലുള്ളത് 2 ഇലക്ട്രോണാണ്. അപ്പോൾ അവിടെ ഉള്ള 2 ഇലക്ട്രോണാണ് വിട്ടുകൊടുക്കുക, അഥവാ ഡൊണേറ്റ് ചെയ്യുക. ഓക്കെ, സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ 2 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും, ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാർ 1 ഇലക്ട്രോൺ ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള എല്ലാവരെയും കൂട്ടിയിട്ട് ഞാൻ എക്സ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുകയാണ്. ഫസ്റ്റ് ഗ്രൂപ്പിൽ നമ്മൾ ആരെടുക്കുകയാണെങ്കിലും അവരെ നമ്മൾ എക്സ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യും. ഓക്കെ, റെഡി? അങ്ങനെ ദെൻ സെക്കൻഡ് ഗ്രൂപ്പിലുള്ള എല്ലാവരെയും നമ്മൾ വൈ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, മനസ്സിലായോ? അങ്ങനെയെങ്കിൽ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള അഥവാ എക്സ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്ത ആളുടെ വാലൻസി എത്രയായിരിക്കും? എന്തായിരുന്നു വാലൻസി? ഓർമ്മയുണ്ടോ? വാലൻസി എന്ന് പറഞ്ഞാൽ ആ എലമെൻറ്റിന് സ്റ്റെബിലിറ്റി അഥവാ സ്ഥിരത കൈവരിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ അഥവാ ഡൊണേറ്റ് ചെയ്യുകയോ ആക്സെപ്റ്റ് ചെയ്യുകയോ ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് വാലൻസി. അത് കോവാലൻ്റ് ബോണ്ടിങ്ങിലാണെങ്കിൽ അഥവാ സഹസംയോജക ബന്ധനത്തിലാണെങ്കിൽ അവിടെ ഒരു പരസ്പരം എന്ത് ചെയ്യും? പങ്കുവെക്കും, അഥവാ ഷെയർ ചെയ്യും. അപ്പോൾ അതിൻ്റെ എണ്ണമാണ് വാലൻസി. റെഡി? അപ്പോൾ ഇവിടെ എക്സ് എന്ന് പറയുന്ന ഒന്നാം ഗ്രൂപ്പിലുള്ള മൂലകത്തിൻ്റെ ഔട്ടർ മോസ്റ്റുള്ള എസ് സബ്ഷെല്ലിൽ 1 ഇലക്ട്രോണാണുള്ളത്. അപ്പോൾ ആ 1 ഇലക്ട്രോണിന് വിട്ടുകൊടുത്ത ആൾ സ്റ്റേബിളാവും. അപ്പോൾ ഇതിൻ്റെ വാലൻസി സംയോജകത എത്രയാണ്? 1 ആണ്. റെഡി? ഡൗട്ടൊന്നുമില്ലല്ലോ? അങ്ങനെയെങ്കിൽ വൈ അഥവാ ഗ്രൂപ്പ് സെക്കൻഡിലുള്ള ആളുടെ വാലൻസി എത്രയായിരിക്കും? എസ്സിൽ 2 ഇലക്ട്രോൺ ആണ് ഉണ്ടായിരുന്നത്, അതുകൊണ്ടാണ് സെക്കൻഡ് ഗ്രൂപ്പിലാവാൻ കാരണം. അപ്പോൾ ആ 2 ഇലക്ട്രോൺ ആൾ ഡൊണേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ വാലൻസി എത്ര? 2. അടുത്തത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് അഥവാ ഓക്സീകരണാവസ്ഥ. എന്തായിരുന്നു ഓക്സീകരണാവസ്ഥ? ഒരു എലമെൻറ്റ് ഒരു റിയാക്ഷനിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഒന്നുകിൽ അയാൾ ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്യും. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഇവർക്കൊരു ചാർജ് കിട്ടുമല്ലോ. ആ ചാർജാണ് ഓക്സീകരണാവസ്ഥ, ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് എന്തുതന്നെയായിരിക്കും? ഇതിൻ്റെ സംയോജകത്തിൻ്റെ അതേ സെയിം ആയിരിക്കും. ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ടാവും. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ അഥവാ ഡൊണേറ്റ് ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവ് ചാർജ് വരും. ആക്സെപ്റ്റ് ചെയ്യുക അഥവാ സ്വീകരിക്കുകയാണെങ്കിൽ നെഗറ്റീവ് ചാർജ് വരും. ഇവിടെ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയാണ് ചെയ്ത് തന്നപ്പോൾ പോസിറ്റീവ് ചാർജ്. അപ്പോൾ എക്സിന് +1ഉം വൈക്ക് +2ഉം ചാർജ് വരും. റെഡി? ഇനി അങ്ങനെ ചാർജ് കിട്ടിക്കഴിഞ്ഞാൽ അയോൺസുകളായിട്ട് മാറും. അപ്പോൾ ആ അയോൺസുകളുടെ സിമ്പൽ, അയോണിൻ്റെ പ്രതീകം എന്താണെന്നാണ് അടുത്ത ചോദ്യം. ഓക്കെ, അപ്പോൾ എക്സിൻ്റെ അയോൺ എന്തായിരിക്കും? എക്സ് മുകളിലൊരു 1+, വൈയോ വൈ മുകളിൽ 2+. ഓക്കെ.
ഓക്കെ, അടുത്തത് ഇനി ഇവയുമായിട്ട് ഒരു ഓക്സിജൻ കൂടി ചേർന്നാൽ ഉണ്ടാകുന്ന ഓക്സൈഡ് എന്നറിയാലോ. അങ്ങനെ ഉണ്ടാകുന്ന ഓക്സൈഡിൻ്റെ കെമിക്കൽ ഫോർമുലയാണ് അടുത്തത് എഴുതേണ്ടത്. നമ്മൾ പഠിച്ചതാണ് ഒരു കെമിക്കൽ ഫോർമുല എഴുതാൻ അവരുടെ ചാർജ് അഥവാ ഓക്സിഡേഷൻ സ്റ്റേറ്റ് പരസ്പരം മാറ്റിയിട്ട് നമ്മൾ അടിയിൽ എഴുതുകയല്ലേ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പിൻ്റെ ഓക്സൈഡിൻ്റെ രാസസൂത്രം H2O എന്നാണ്. എങ്ങനെയാണ്? ഓൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 എക്സിൻ്റെത് 1, അത് പരസ്പരം മാറ്റി ചെയ്തും അടിയിൽ. അപ്പോൾ H2O റെഡിയല്ലേ? മനസ്സിലായില്ല? ഒന്ന് നമ്മൾ 9ാം ക്ലാസ്സിലെ ബുക്കൊന്ന് എടുത്ത് മറിച്ച് നോക്കിയാൽ അപ്പോൾ കറക്റ്റായിട്ട് ഓടും, നോ പ്രോബ്ലം. അടുത്തത് സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ഏതൊരു എലമെൻ്റ് എടുത്തിട്ട് അത് ഒരു ഓക്സൈഡ് ഫോം ചെയ്താൽ അതിൻ്റെ രാസസൂത്രം YO എന്നായിരിക്കും. എന്തുകൊണ്ടാണ്? Y എന്ന് പറയുന്ന ആൾക്ക് 2+ അല്ലേ ചാർജ്, അതിൻ്റെ നേരെ നമ്മൾ ഓൻ്റെ അടിയിൽ കൊടുക്കും. ഓനോ 2- ആണ്, അത് വൈൻ്റെ അടിയിലും കൊടുക്കും. അപ്പോൾ രണ്ടും 2 വരുമ്പോൾ എന്താവും? തമ്മിൽ കട്ട് ചെയ്ത് പോകും. അപ്പം YO വരും. ഓക്കെ, റെഡി? അപ്പോൾ നമ്മൾ ഒരുപാട് എസ് ബ്ലോക്കിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരുപാട് ക്യാരക്ടേഴ്സ് നമ്മളിവിടെ സംസാരിച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് ക്രോഡീകരിക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ പീരിയോഡിക് ടേബിളിൻ്റെ ഇടത്തെ സൈഡിലുള്ള ഫസ്റ്റും സെക്കൻഡും ഗ്രൂപ്പുകളെ നമുക്ക് എസ് ബ്ലോക്ക് എന്ന് പറയാം. ഓക്കെ, റെഡിയാണല്ലോ? അപ്പോൾ ഈ എസ് ബ്ലോക്കിന് പൊതുവേ ഉള്ള കുറേ സവിശേഷതകളാണ് നമ്മൾ ഇനി ക്രോഡീകരിച്ച് എഴുതാൻ പോകുന്ന സംഭവം. ഇത് നമ്മൾ എക്സാമിന് ചോദിക്കുന്ന മെയിനായിട്ട് ചോദിക്കുന്ന ഒരു ഭാഗമാണ്. എസ് ബ്ലോക്കിൻ്റെ ചോദിക്കും, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, എഫ് ബ്ലോക്ക് ചോദിക്കും. അപ്പോൾ അതിലെ ഒരു ഭാഗമാണ് ഇത്. നമ്മളത് ക്രോഡീകരിച്ച് ചെയ്തുമാണ്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ എഴുതിയത് വീണ്ടും ഇവിടെ എഴുതുന്നില്ല. റെഡി? അപ്പോൾ ഫസ്റ്റ് വൺ, മോർ മെറ്റാലിക് ക്യാരക്ടർ അഥവാ ഇലക്ട്രോൺസിനെ വിട്ടുകൊടുക്കുക എന്നുള്ളത് മെറ്റാലിക് ക്യാരക്ടറാണ്, അഥവാ ലോഹ സ്വഭാവമാണ്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ കാണിക്കുന്നത് പീരിയോഡിക് ടേബിളിൻ്റെ ഇടത്തെ സൈഡാണ്. അഥവാ ഇടത്തെ സൈഡിലുള്ള ഫസ്റ്റും സെക്കൻഡും ഗ്രൂപ്പ് എസ് ബ്ലോക്കാണ്. സോ മോർ മെറ്റാലിക് ക്യാരക്ടർ കാണിക്കുന്നു, അഥവാ ലോഹ സ്വഭാവം കൂടുതൽ കാണിക്കുന്നു. സെക്കൻഡ് വൺ, ലെസ് അയണൈസേഷൻ എനർജി അഥവാ അയണീകരണ ഊർജം വളരെ കുറവാണ്. എന്തായിരുന്നു ഈ അയണീകരണ ഊർജം? അഥവാ ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോണിനെ സ്വതന്ത്രമാക്കാൻ ആവശ്യമായ ഊർജമാണ്. എനർജി റിക്വയർഡ് ടു റിലീസ് എൻ ഇലക്ട്രോൺ ഫ്രം എൻ ആറ്റം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ കേസ് എടുക്കുമ്പോൾ എന്താ, ഓൾറെഡി ഇറങ്ങിപ്പോലാൻ റെഡിയായി നിൽക്കുന്ന ആൾക്കാരാണ് എസ് ബ്ലോക്കിലുള്ളവർ. പിന്നെ അവിടെ വലിയ എനർജി ഒന്നും പ്രയോഗിക്കേണ്ടതില്ലല്ലോ. അപ്പോൾ ലെസ് അയണൈസേഷൻ എനർജി കൊടുത്താൽ മതി. തേർഡ് വൺ, ലെസ് ഇലക്ട്രോനെഗറ്റിവിറ്റി. ഇലക്ട്രോനെഗറ്റിവിറ്റി എന്താണെന്ന് അറിയൂലേ? ഒരു പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് സൈഡിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കുറവും റൈറ്റ് സൈഡിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടുതലാണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലുള്ള എസ് ബ്ലോക്കിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി വളരെ കുറവാണ്. അത്രയേ ഉള്ളൂ. ഇതുവരെ നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ഈ വർഷം നമ്മൾ പഠിച്ച കാര്യമാണ് ഷോ ഡെഫിനിറ്റ് വാലൻസി ആൻഡ് ഷോ ഡെഫിനിറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അത് നേരത്തെ കുറച്ച് മുമ്പ് നമ്മൾ പഠിച്ച ആ ടേബിളിൽ നമ്മൾ ചെയ്ത സംഗതിയാണ് ഇത്. അഥവാ നമ്മളെ ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ വാലൻസി സംയോജകത കാണിക്കുന്നത് 1, സെക്കൻഡ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ വാലൻസി ഓർ സംയോജകത കാണിക്കുന്നത് 2. ഓക്കെ, ഫസ്റ്റ് ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ കാണിക്കുന്ന ഓക്സിഡേഷൻ ഏതാണ്? +1. അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പിലുള്ളവർ കാണിക്കുന്ന ഓക്സിഡേഷൻ ഏതാണ്? അഥവാ ഓക്സീകരണാവസ്ഥ എന്താണ്? +2. ഓക്കെ, എന്ന് വെച്ചാൽ ഡെഫിനിറ്റായിട്ട് ഓരോ ഗ്രൂപ്പിനും ഓരോ സംയോജകതയും ഓരോ ഓക്സീകരണാവസ്ഥയും ഇവർ കാണിക്കുന്നുണ്ട്. അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഓവറോൾ നമ്മൾ എസ് ബ്ലോക്ക് ഫുള്ള് കവർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിലേക്ക് ഇത് പക്കാ പെർഫെക്റ്റ് ആക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇനി പി ബ്ലോക്കിനെ കുറിച്ച് ഗംഭീരമായിട്ട് അടിച്ച് പൊളിച്ച് പഠിക്കാനുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.